നമസ്കാരം. നമ്മളിന്ന് ലാവൻഡർ ഫീൽഡ് കാണാൻ പോവാണ്. ലാവൻഡർ ഫീൽഡ് നമ്മൾ നേരത്തെ ടുലിപ്സ് കണ്ടു, ചെറി ബ്ലോസംസ് കണ്ടു, പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ വലിയ പോപ്പി ഫീൽഡ്സ് കണ്ടു. അങ്ങനെ ഒത്തിരി പൂക്കൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിതുവരെ ലാവൻഡർ ഫീൽഡ് പോയി കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ലാവൻഡർ ഫീൽഡ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനിത് ഇപ്പം സുണ്ടറിന് ഇറങ്ങി. എൻ്റെ മുന്നിൽ കാണുന്നതാണ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി സ്കാരിയസ്റ്റ് റൗണ്ട് അബൌട്ട് എന്ന് വിശേഷണങ്ങൾ പ്രതിപാദിച്ച BBC ഉൾപ്പെടെ ഒത്തിരി ഡോക്യുമെൻ്ററികളൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വീഡനിലെ UK-യിലെ മാജിക് റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ചരിത്രമുള്ള, ട്രാഫിക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒട്ടേറെ ചർച്ചകൾക്കും പഠനങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള റൗണ്ട് അബൌട്ടാണ്. അപ്പോൾ ഈ റൗണ്ട് അബൌട്ട് വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ലാവൻഡർ ഫീൽഡിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിത് റൗണ്ട് അബൌട്ട് കടക്കുകയാണ്. റൗണ്ട് അബൌട്ട് കടക്കാനുള്ള വെയിറ്റിംഗിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ In 100 feet, at the roundabout, take the second exit onto Queen's Drive, A4312. In 1000 feet, at Drake's Roundabout. ഈ ലാവൻഡർ ഫാം എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന സുണ്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 hour ഡ്രൈവിൻ്റെ അടുത്താണ്. ആ ഡ്രൈവ് മൊത്തം ഇംഗ്ലീഷ് കൺട്രി സൈഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം 90% കൺട്രി സൈഡ് വഴിയാണ്. പിന്നെ ആ ഒരു കാഴ്ചകളൊന്നും നിങ്ങൾ പകർത്തിങ്ങളെ കാണിക്കുന്നില്ല. സാധാരണ ഈ കാണുന്ന പോലെ അപ്പുറം ഇപ്പുറം നോക്കത്താ ദൂരത്ത് കൃഷിപ്പാടങ്ങളും ഇങ്ങനെയുള്ള റോഡുകളൊക്കെ തന്നെയാണ്. ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. പിന്നെ വേനൽക്കാലമാണ്. വേനൽക്കാലത്തിൻ്റെ ചൂടും എന്നാൽ ഓവർ ചൂടില്ല. അടുത്ത ആഴ്ച വീണ്ടും ഹീറ്റ് വേവ് വരുന്നെന്നൊക്കെ വാണിംഗ് വന്നു തുടങ്ങി. അപ്പം അടുത്ത ആഴ്ചത്തെ ചൂട് എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടി വരും. കഴിഞ്ഞ 2 ആ ഹീറ്റ് വേവും എങ്ങനെയാണ് ആ ദിവസങ്ങൾ കടന്നു പോയതെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അത്ര കാഠിന്യമുള്ള ഹീറ്റ് വേവ് ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ചത്തെ ഹീറ്റ് വേവ് എങ്ങനെയാവോ നോക്കാം. എന്തായാലും അനുഭവിക്കാൻ വേറെ രക്ഷയൊന്നുമില്ല. നമ്മളങ്ങനെ ലാവൻഡർ ഫീൽഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ കോട്സ്വേർഡ് ലാവൻഡർ ഫാമിലാണ് എത്തിയിരിക്കുന്നത്. ലാവൻഡർ ഫാമിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ ടുലിപ്സ് കണ്ടിട്ടുണ്ട്, ചെറി ബ്ലോസം കണ്ടിട്ടുണ്ട്, മഞ്ഞപ്പൂപ്പാടം വിരിഞ്ഞേക്കുന്നത് കണ്ടിട്ടുണ്ട്, പിന്നെ ചുവന്ന പോപ്പി ഫീൽഡുകൾ പരന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ഈ നീല ലാവൻഡർ ഫാമിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നല്ല ചൂടില്ല, എന്നാൽ അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ടാണ് ഈ കോലത്തിൽ ഗ്ലാസും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത്. എന്തായാലും കാഴ്ച കാണാം. ഓക്കെ, നമ്മളിപ്പം ഫീൽഡിൻ്റെ അടുത്ത് വണ്ടി വെച്ചിട്ട് ഫീൽഡിലേക്ക് നടക്കുവാണ്. പുറകിൽ ടിക്കറ്റ് കൗണ്ടറുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഫീൽഡിലേക്ക് കയറാം. ഓക്കെ, ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ പർപ്പിൾ സ്വർഗ്ഗങ്ങളിൽ ഒന്നായിട്ടുള്ള കോട്സ്വേർഡ് ലാവൻഡർ ഫാമിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ലാവൻഡർ ഫാമിൻ്റെ കാഴ്ചകൾ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിനിമകളിൽ മാത്രമാണ് ഞാനിതിനു മുന്നേ ഈ ലാവൻഡർ ഫീൽഡൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായും അത് എന്നിലുണ്ട്. അപ്പോൾ ലാവൻഡർ ഫാമിൻ്റെ കുറച്ച് ചരിത്രവും ലാവൻഡർ ഫാമിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചതാണ് ഈ വീഡിയോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലാവൻഡറിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2500 വർഷത്തിൽ അധികമായി ലാവൻഡർ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് ചരിത്രപരമായ രേഖകൾ വഴി അറിയാൻ പറ്റുന്നത്. പുരാതന ഈജിപ്തുകാർ മമ്മിയെ സംരക്ഷിക്കാനും സുഗന്ധത്തിനു വേണ്ടി ലാവൻഡർ ഓയിൽ ഉപയോഗിച്ചിരുന്നു. റോമൻ സാമ്രാജ്യകാലത്ത് ആളുകൾ കുളിക്കുന്ന വെള്ളത്തിൽ ലാവൻഡറുകൾ ചേർത്തിരുന്നു. ലാവേർ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം കഴുകുക എന്നാണ്. അതിൽ നിന്നാണ് ലാവൻഡർ എന്ന പേര് ഉത്ഭവിച്ചത് തന്നെ. മധ്യകാല യൂറോപ്പിൽ വീടുകൾക്കും രാജകൊട്ടാരങ്ങൾക്കും സുഗന്ധം നൽകുവാനും രോഗങ്ങൾ അകറ്റുമെന്ന വിശ്വാസത്താലും ലാവൻഡറുകൾ ധാരാളമായി വളർത്തിയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ലാവൻഡർ ഫീൽഡ്? നല്ല കാഴ്ചകളല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലാവൻഡർ ഫീൽഡിൽ കാണാൻ വരുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ ലാവൻഡറിൻ്റെ. നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 2-2:30 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര സണ്ണായിട്ട് വീഡിയോ ചില സമയത്ത് ചില ആംഗിളിൽ എടുക്കുമ്പോൾ ഭയങ്കര ഗ്ലെയർ അടിക്കുന്നു. അതുകൊണ്ട് ഈ ലാവൻഡറിൻ്റെ ഭംഗി അത് എത്രത്തോളം ക്യാപ്ചർ ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയിൽ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നല്ല
നല്ല കണ്ണിൽ കാണുമ്പോൾ നല്ല കാഴ്ചകളാണ്. പക്ഷേ ക്യാമറയിൽ പകർത്തുമ്പോൾ ഈ ഒരു ഭയങ്കര സൺലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. നല്ല ഭംഗിയല്ലേ, നല്ല സ്മെല്ലുമാണ്. ഇങ്ങനെ ഫുള്ള് ലാവൻഡറാണ്. കാഴ്ചകളാണ്. ഇന്ന് ലാവൻഡറുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുവാനും പെർഫ്യൂമുകൾ, സോപ്പുകൾ, മെഴുകുതിരികൾ, ആരോമ തെറാപ്പി, എസൻഷ്യൽ ഓയിൽ എന്നിവയുടെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഇതിലുപരിയായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും സാധനങ്ങൾക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ഈ ലാവൻഡറുകൾ എന്ന് പറയുന്നത്. ഈ ലാവൻഡർ ഫാമിലൂടെ ആസ്വദിച്ച് നടക്കുന്ന ഒരാളുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇഷ്ടംപോലെ ആളുകളാണ് ഓരോ സീസണിലും. 10,000-കണക്കിന് ആളുകളാണ് ഇത്തരത്തിലുള്ള ഫാമുകൾ തേടിയെത്തുന്നത്. അത് ഫോട്ടോ എടുക്കാൻ വരുന്നവരുണ്ട്, ലാവൻഡർ പൂക്കളെ കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്, ലാവൻഡർ പൂക്കളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇവിടെ ഈ ലാവൻഡർ ഫാമിൽ ഒത്തിരി ഇൻസെക്റ്റുകൾ വളരുന്നുണ്ട്. അത് തേനീച്ചയായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ആളുകളാണ് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഫീൽഡുകൾ കാണാൻ വേണ്ടി വരുന്നത്. UK വിവിധ ഭാഗങ്ങളിൽ ലാവൻഡർ ഫീൽഡുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വന്നത് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഫീൽഡിലാണ്. തേനീച്ചകളുടെ പ്രിയപ്പെട്ട പൂവാണ് ലാവൻഡർ എന്ന് പറയുന്നത്. ലാവൻഡർ ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ തേനീച്ചകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സസ്യങ്ങളിലൊന്നാണ് ഈ ലാവൻഡറുകൾ എന്ന് പറയുന്നത്. ഈ ഫാമിൽ വരുമ്പം തന്നെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഈ ഫാമിൻ്റെ അടുത്തെത്തുമ്പം തന്നെ നമുക്ക് ആ ഒരു മൂളൽ കേൾക്കാം തേനീച്ചയുടെ. സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ആദ്യമൊക്കെ പേടിയായിരുന്നു തേനീച്ചകൾ കുത്തുമെന്നുള്ളത്. പക്ഷേ തേനീച്ചകൾ തേന് കുടിക്കേണ്ട തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും വലിയ മൈൻഡാക്കിയിട്ടില്ല. ഭയങ്കര തേനീച്ചനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മൂളലിങ്ങനെ കേൾക്കാം. ഈ ഫീൽഡിലെ ഈ പൂക്കളെ നടുവിൽ മുഴുവനും തേനീച്ചകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി അവർ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് തന്നെ ലാവൻഡർ ഫാം കാണാൻ പോകുന്നവർക്ക് നാച്ചുറൽ ഹണിയും അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. നല്ല രസമല്ല, എൻ്റെ പുറകിൽ നോക്ക്, ഫുള്ള് ലാവൻഡറുകളാണ്. നല്ല നീല പാടം, ലാവൻഡർ പാടം, നല്ല മണവുമാണ്. അടിപൊളി കാഴ്ചയാണ്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ലാവൻഡറുകളാണ്. നല്ല രസമുണ്ട്, നല്ല സ്മെല്ല്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണ്. അടിപൊളി കാഴ്ചകളും അടിപൊളി മണവും ഒക്കെ ആയിട്ട് നല്ലൊരു അനുഭവം. അടിപൊളി. ഈ ഫാമിൽ പരന്ന് കിടക്കുന്ന ആ ഒരു മണം, ഈ പ്രകൃതിദത്ത സുഗന്ധമുണ്ടല്ലോ, ഇതിൻ്റെ മണം പലർക്കും ശാന്തതയും വിശ്രമവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോമ തെറാപ്പിയിൽ ഈ ഒരു ലാവൻഡറിൻ്റെ സ്മെല്ല് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലാവൻഡർ പൂക്കളുകൾ ഈ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുമ്പോൾ കിലോമീറ്ററുകളോളം നീളുന്ന പർപ്പിൾ നിറത്തിലുള്ള പർപ്പിൾ കടൽ ആയിട്ടിങ്ങനെ കാണാൻ പറ്റും നമുക്ക്. നല്ല രസമാണത്. കാഴ്ചയിൽ ഭയങ്കര നയനാനന്ദകരമായൊരു കാഴ്ച തന്നെയാണ്. ഞാനിവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് വെച്ചാൽ, ചില ആളുകൾ ഇവിടെ വന്നിട്ട് ശാന്തമായി ഈ ഫീൽഡിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കിരുന്നിട്ട് അവർ ഈ ഫീൽഡിൻ്റെ ചിത്രം വരക്കുകയാണ്. അവരങ്ങനെയാണ് ഈ ഫീൽഡിനെ ആ ഒരു ആംഗിളിലാണ് കാണുന്നത്. അങ്ങനെ ഓരോ ആളുകൾ, ഇപ്പോൾ ചില ആൾ റീലെടുക്കാൻ വന്നവരുണ്ട്, നമ്മളെപ്പോലെ കാഴ്ചകളും വീഡിയോസും എടുക്കാൻ വന്നവരുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഠിക്കാൻ വന്നവരുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരും അവർ ഓരോ തലത്തിലാണ് ഇവിടെ ഇതൊക്കെ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ്. ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു കാര്യമാണ് ഇപ്പം. ഈ ലാവൻഡർ പൂക്കളിൽ നിന്ന് നീരാവി ഉപയോഗിച്ചിട്ട് ശുദ്ധമായ എസൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഈ രീതി പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ നൂതന രൂപമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ലാവൻഡർ ഫീൽഡിലെ കാഴ്ചകൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. കണ്ടില്ലേ, നല്ല മനോഹരമായ കാഴ്ചകളാണ്. നല്ല ലാവൻഡറൊക്കെ നല്ല പൂത്ത് നിൽക്കുന്ന നല്ല പീക്ക് ഫ്ലവറിങ് ടൈമാണിത്. ഈ ഒരു സമയത്ത് വന്നാൽ നല്ല ലാവൻഡർ കാഴ്ചകൾ കാണാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയൊരു ലാവൻഡർ ഫീൽഡിൽ വരുന്നത്. ഇത്രയും ലാവൻഡർ പൂക്കൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല സ്മെല്ലുമാണ്, ലാവൻഡറിൻ്റെ നല്ല അടിപൊളി സ്മെല്ലുമാണ്. 7 പൗണ്ട് അങ്ങനെ നമ്മൾ എൻട്രി ഫീസ് അവർ വാങ്ങുന്നത്. പക്ഷേ ആ 7 പൗണ്ട് വെർത്താണ്. നമ്മളിവിടെ വന്നപ്പോൾ നല്ല വെയിലുള്ള സമയത്തായിരുന്നു എത്തിയത്. നമ്മളിന്നിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ഇന്ന് ഓഫായിരുന്നു 2 പേർക്കും. അപ്പം അങ്ങനെ ഇരുന്ന് എവിടെയോ പോകാമെന്നൊക്കെ ആലോചിച്ചപ്പോൾ അടുത്തൊരു ലാവൻഡർ ഫീൽഡ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ യാത്ര പോകുന്നതിൻ്റെ ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ല. നമ്മൾ യാത്ര എപ്പോഴും പോകുമ്പോൾ അതിൻ്റെതായ ലെവലിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം എപ്പം എടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ നോക്കി
അതിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാറുള്ളായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് ഒരു 1:45-2 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ആ ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതെൻ്റെ നമ്മളെ ട്രൈപോഡ് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ആദ്യമായിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, കൈ വേദനിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടി, നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയിരുന്നു. ലാവണ്ടർ ഫീൽഡിന് ഒരറ്റത്ത് നമ്മളെത്തി. ഫീൽഡിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങി നമ്മൾ വേറൊരു അറ്റത്തെത്തി. നമ്മൾ ഇനി ഇങ്ങനെ എൻ്റെ പുറകെ കാണുന്ന വഴി ഇങ്ങനെ നടന്ന് എക്സിറ്റിൻ്റെ അടുത്തേക്ക് പോകണം. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുക. ലോകത്ത് 40-ലധികം ലാവണ്ടറുകളുടെ വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ 100-ലധികം ഹൈബ്രിഡുകളും ഉണ്ട് എന്നാണ് പിന്നെ ഹിസ്റ്ററിയൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന കോട്സ്വേർഡ് ലാവണ്ടർ ഫാം എന്ന് പറയുന്നത് 3 തലമുറകളായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കുടുംബ ഫാമാണ്. 1999-ലാണ് ഇവിടെ ആദ്യമായിട്ട് ലാവണ്ടർ നട്ടത്. അന്ന് ഏതാനും കുറച്ച് ചെടികൾ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നട്ടു. പിന്നീട് അത് വലിയ വിജയമായതിൻ്റെ ഭാഗമായിട്ട് ഇന്നിത് ഏകദേശം 45 ഏക്കർ സ്ഥലത്ത് ലാവണ്ടർ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഫാമിൽ വന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല. എന്താ വെച്ചാൽ ഈ പൂക്കളെ കണ്ടും പിന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് കൺട്രി സൈഡിൻ്റെ ആ ഒരു കുന്നിൻ ചെരുവുകളും ആ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ ഇവിടെ നിന്നുള്ള ശാന്തമായ ലാവണ്ടറിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ ആയിട്ട് ഒത്തിരി സമയം ചിലവഴിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ലാവണ്ടർ ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് വൈൽഡ് ഫ്ലവർ മൈതാനമായിട്ട് കാണാം. വൈൽഡ് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. അത് ഈ ലാവണ്ടർ ഫീൽഡിൻ്റെ ഒരു ഭാഗത്ത് ഈ ഇത്തരത്തിലുള്ള വൈൽഡ് ഫ്ലവേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. നല്ല രസമാണ് ഈ പർപ്പിൾ മൈതാനത്തിൻ്റെ ചില ഏരിയകളിൽ ഇങ്ങനെ നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ വൈൽഡ് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഫീൽഡുമായിട്ട് എന്തൊക്കെ വൈൽഡ് ലൈഫ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ കാണുന്ന ബോർഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒത്തിരി വൈൽഡ് ലൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ആ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടേറെ പ്രൊഡക്ട്സ് നമ്മൾ ഈ ലാവണ്ടർ ഫീൽഡിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലാവണ്ടർ ഫീൽഡിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതിൽ ലാവണ്ടർ എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഷാംപൂസ് ഉണ്ട്, കാൻഡിൽസ് ഉണ്ട്, ബോഡി ക്രീം ഉണ്ട്, ടീ, ഹണി, ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ ഒട്ടേറെ ഐറ്റംസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലാവണ്ടർ ഫീൽഡിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പും നമുക്ക് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് മേടിക്കാം. ഈ ഫാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവസാനം ഈ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു നമ്മൾ ഈ ലാവണ്ടർ ഫീൽഡിലുള്ള സാധനങ്ങൾ മേടിക്കും. ഇവിടെ കണ്ടില്ലേ, ലാവണ്ടർ കൊണ്ടുള്ള ഓർഗാനിക് ലാവണ്ടർ കൊണ്ടുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് ഇവർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ബാത്ത് ആൻഡ് ഷവർ കളക്ഷൻ, വെൽബീയിങ് കളക്ഷൻ, സ്കിൻ കെയർ കളക്ഷൻ, ഗിഫ്റ്റ് സെറ്റ്, ഈവൻ ഐസ്ക്രീം പോലും ലാവണ്ടർ സ്പെഷ്യൽ ഐസ്ക്രീംസ് ഉണ്ട്. കണ്ടോ, ഇത് ലാവണ്ടർ ഓർഗാനിക് ലാവണ്ടർ ഐസ്ക്രീമാണ്. ഞാൻ ലൈഫിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കുന്നത്. ഗ്രോസി ലബി ഫാമിൻ്റെ കോട്സ്വേർഡ് ഐസ്ക്രീം, ലാവണ്ടർ സ്പെഷ്യൽ ഐസ്ക്രീം. അടിപൊളിയല്ലേ? ഇവിടെ വന്നാൽ ഇങ്ങനെ ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ലാവണ്ടറിൻ്റെ പ്യുവർ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും മറ്റു എസെൻഷ്യൽ ഓയിൽസ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങൾ, ഷവർ പ്രൊഡക്ട്സ്, ഐസ്ക്രീം ഉൾപ്പെടെയുണ്ട്. അതൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ വന്നാൽ ഈ ലാവണ്ടർ ഐസ്ക്രീം കഴിച്ചു. ഞാൻ ലൈഫിലാണ് കഴിക്കുന്നത്. സംഗതി നമ്മൾ ഈ ലാവണ്ടർ ഫ്ലവേഴ്സിൻ്റെ ആ മണമുണ്ടല്ലോ, ഈ പെർഫ്യൂമൊക്കെ അടിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു സാധനം, ആ ഒരു ലാവണ്ടർ പൂവ് എടുത്ത് കഴിക്കുന്ന അതേ ഒരു ഫീൽ, ആ മണവും ആ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട പല ഏരിയകളിലായിട്ട് ലാവണ്ടർ ഫീൽഡുകളുണ്ട്. അതിൽ ഒരു ഫീൽഡിൽ മാത്രമേ ഇപ്പോൾ അവർ പ്രവേശനം കൊടുക്കുന്നുള്ളൂ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കാവുന്ന. ഈ ചെറിയ ചെറിയ കുന്നുകൾ മൊത്തം ഓരോ ഏരിയയും ലാവണ്ടർ ഫീൽഡായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞ കണ്ടില്ലേ, ഇവിടെ പല ഏരിയയിൽ ഇങ്ങനെ ലാവണ്ടർ ഫീൽഡ് ഒരുക്കിയിട്ടിരിക്കുകയാണ്. അത് ഓരോ ഫാമുകാരെ
ഭാഗ്യമായിരിക്കാം ഒരു പക്ഷേ. ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ പുറകിൽ വളരെ ദൂരത്ത് 2 ഫീൽഡുകളുണ്ട്, പിന്നെ അങ്ങനെ അപ്പുറത്തൊക്കെ ഫീൽഡുകളുണ്ട്. അതിലൊരു ഫീൽഡ് ആണ് ഇപ്പം നമുക്ക് ഓപ്പണായി കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ഒത്തിരി ഏക്കറുകൾ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പകർത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുകയാണ്. നമ്മളിങ്ങനെ വലിയ യൂട്യൂബേഴ്സൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും യാത്ര ചെയ്യുന്നു. അതിൻ്റെ കൂടെ പറ്റുന്ന സമയത്ത് കുറച്ച് വീഡിയോ എടുത്ത് അതിങ്ങനെ പോസ്റ്റ് ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കണം എന്നുള്ളൊരാഗ്രഹം. നിങ്ങളെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ പറ്റാവുന്നത് പോലെ കമൻറ്റ് ചെയ്യുക. നേരിട്ട് അറിയുന്നവർ നേരിട്ട് തന്നെ അറിയിക്കുക, ഇനി തുടരണോ വേണ്ടയോ എന്നൊക്കെ. യാത്രകൾ നമ്മളെപ്പോഴും അത് മുടക്കമില്ലാതെ എത്രയോ വർഷങ്ങളായിട്ട് യാത്രകൾ പോകുന്നതാണ്. യാത്രകൾ പോകാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടെ വന്ന ആൾക്കും യാത്രകൾ നമ്മളൊപ്പം ചേർന്നുകൊണ്ട് തന്നെ യാത്രകൾ സെറ്റാണ്. ഏതായാലും യാത്ര പോകുന്നു, കാഴ്ചകൾ കാണുന്നു. എന്നാൽ പിന്നെ ഈ 21-ാം നൂറ്റാണ്ടിലെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസും കൂടി കൊടുക്കാമെന്ന് വെച്ചാൽ. ഇപ്പോൾ ലാവൻഡർ ഫീൽഡിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത് ഏതെങ്കിലും 1-2 ചെറിയ സ്ഥലം കൂടി ഉണ്ടോ എന്ന് നോക്കാം. അതും കൂടി കവർ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും.